ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഇൻകം ടാക്സ് അതോറിറ്റീസ് ആൻഡ് ദെയർ പവേഴ്സ് ആണ്. അതായത് ഇൻകം ടാക്സിൽ ഏതൊക്കെ അതോറിറ്റീസ് ഉണ്ട്, അവരുടെ പവറുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് ഫോളോയിങ് ആർ ദ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഇൻകം ടാക്സ് അതോറിറ്റികൾ ഏതൊക്കെയാണ്? ഒന്ന്, CBDT. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ? എന്താ CBDT എന്ന് പറഞ്ഞാൽ? CBDT എന്ന് പറഞ്ഞാൽ ആരാ? സെൻട്രൽ ബോർഡ് ടാക്സ്. ഉണ്ട്, ഒരിക്കൽ കൂടി എടുക്കാന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അതാണ് കേട്ടോ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് CBDT. നമ്മുടെ എപ്പെക്സ് ബോഡി അല്ലേ, ഇൻകം ടാക്സ് അതോറിറ്റികളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു അതോറിറ്റിയാണ് CBDT. അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. രണ്ടാമത്തെ അതോറിറ്റിയാണ് ചീഫ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്, അതേപോലെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, അഡീഷണൽ കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്, ജോയിൻറ്റ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്, ഡെപ്യൂട്ടി കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്, അസിസ്റ്റൻറ്റ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്, ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ITO എന്ന് പറയും, അതുപോലെ TRO ടാക്സ് റിക്കവറി ഓഫീസേഴ്സ്, ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. ഇങ്ങനെ കുറേ അധികം അതോറിറ്റികൾ ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള ബോഡി ഏതാ? എല്ലാ അതോറിറ്റീസിൻ്റെയും സുപ്രീം അതോറിറ്റി എന്നറിയപ്പെടുന്ന അതോറിറ്റി ഏതാ? CBDT ആണ്. അപ്പോൾ CBDT ഈസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സുകളിൽ ഏറ്റവും ഉയർന്ന ടോപ്പിൽ നിൽക്കുന്ന ഒരു അതോറിറ്റിയാണ് നമ്മുടെ CBDT. ഇത് ദ ബോർഡ് കൺസിസ്റ്റ് ഓഫ് 1 ചെയർമാൻ ആൻഡ് 6 മെമ്പേഴ്സ്. അതായത് ഈ CBDTയുടെ ബോർഡിനകത്ത് ഒരു ചെയർമാനും 6 മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ CBDTയുടെ ബോർഡിനകത്ത് ഒരു ചെയർമാനും പിന്നെ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കും? 6 members. It makes rules and issue instructions and direction to other income tax authority. ഇവരാണ് റൂളുകളൊക്കെ ഇല്ല, നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു അതോറിറ്റിയാണ്. അത് മാത്രമല്ല, മറ്റുള്ള ഇൻകം ടാക്സ് അതോറിറ്റികൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും കൊടുക്കുന്ന ആരാണ്? CBDT ആണ്. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് വേറെ അതോറിറ്റികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ. അപ്പോൾ ഈ പറയുന്ന ബാക്കിയുള്ള അതോറിറ്റീസിനൊക്കെ ഇൻസ്ട്രക്ഷൻസും അതിലെ ഡയറക്ഷനൊക്കെ കൊടുക്കുന്ന ആരാണ്? CBDT ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, അതിന് റെക്കോർഡ് ക്ലാസ് ഇടാം കേട്ടോ. ഓക്കെ, CBDT ഈസ് ദ അപ്പെക്സ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകളിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അപ്പെക്സ് ബോഡിയാണ് CBDT. അപ്പോൾ CBDTയെ കുറിച്ച് ഒരു 4 പോയിന്റ് കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? ഇതൊരു ഹയസ്റ്റ് അതോറിറ്റിയാണ്. ഇതിലൊരു ചെയർമാനും 6 മെമ്പർമാരും ഉണ്ടായിരിക്കും. ഇവരാണ് റൂളുകൾ മേക്ക് ചെയ്യുക. മറ്റുള്ള അതോറിറ്റികൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും ഒക്കെ കൊടുക്കുന്നത് CBDT ആണ്. അതിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകളിലെ അപ്പെക്സ് അതോറിറ്റിയാണ് CBDT. ക്ലിയർ? ഇനി നമ്മൾ പഠിക്കാൻ പോണ പവറാണ്. പവർ ചോദിച്ചാലും ഫങ്ഷൻസ് ചോദിച്ചാലും സെയിം തന്നെയാണ്. അത് ഏത് അതോറിറ്റിയുടെ ചോദിച്ചാലും നിങ്ങൾ ഇതന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. കോമൺ ആയിട്ടുള്ള കുറച്ച് പവറുകളും കുറച്ച് ഫങ്ഷൻസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് CBDT ചോദിച്ചു, ഫങ്ഷൻസ് ഓഫ് ഏതെങ്കിലും വേറെ ടാക്സ് അതോറിറ്റി ചോദിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും പവർ ചോദിച്ചു, എല്ലാത്തിനെയും കോമൺ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. റെഡിയാണോ? പറയട്ടെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഒന്നാണ് പവർ റിഗാർഡിംഗ് ഡിസ്കവറി, പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ് എക്സെട്ര. എന്താ ഡിസ്കവറി എന്ന് പറഞ്ഞാൽ? എന്താ ഡിസ്കവറി എന്ന് പറഞ്ഞാൽ? ഡിസ്കവറി ചെയ്യുക, കണ്ടുപിടിക്കുക. ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാലോ? ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിനുള്ള അധികാരം ആർക്കുണ്ട്? ഇൻകം ടാക്സ് അതോറിറ്റികൾക്ക് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ടുള്ള ചെക്ക് ചെയ്യാനൊക്കെയുള്ള അധികാരം ആർക്കുണ്ട്? ഇൻകം ടാക്സ് അതോറിറ്റികൾക്കുണ്ട്. അത് എൻഫോഴ്സിങ് ദ അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അറ്റൻഡൻസ് ഇല്ലേ, അയാൾ എത്രത്തോളം കാലം നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള അധികാരവും നമ്മുടെ ഇൻകം ടാക്സ് അതോറിറ്റികൾക്കുണ്ട്. അത് മാത്രമല്ല, കമ്പലിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എന്താ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പൽ ചെയ്യാന്ന് പറഞ്ഞാൽ? അതായത് ഏതെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ നോക്കാനോ അല്ലെങ്കിൽ അത് നിർബന്ധിതപൂർവ്വം അത് ചെക്ക് ചെയ്യാനും അതുപോലെ ആ പ്രൊഡക്ഷൻ ഉൽപ്പാദനവുമായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള അധികാരം, അതിൻ്റെ എവിഡൻസ് കിട്ടാനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട്? ഇൻകം ടാക്സ് അതോറിറ്റിക്കുണ്ട്. രണ്ടാമത്തെ പോയിന്റാണ് പവർ ടു സെർച്ച് ആൻഡ് സീഷ്വർ. രണ്ടാമത്തെ അധികാരം എന്താ? ഒന്നാമത് പറഞ്ഞു
കണ്ടെത്താനും അതുപോലെ തന്നെ എവിഡൻസ് അല്ലെ പ്രൂഫുകളൊക്കെ പരിശോധിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഇൻകം ടാക്സ് അതോറിറ്റികൾക്കുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താ? പവർ ടു സെർച്ച് ആൻഡ് സീഷർ. എന്താ സെർച്ച് ആൻഡ് സീഷർ എന്ന് പറഞ്ഞാൽ? സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തിരയുക. സെർച്ച് എന്ന് പറഞ്ഞാൽ തിരയുക. CC എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നർത്ഥം. CC എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ സെർച്ച് ചെയ്യുക അതുപോലെ CC ചെയ്യാനുള്ള അധികാരം ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഉണ്ട്. നോക്കി, ദ ഓഫീസേഴ്സ് ആർ എംപവേർഡ് ടു. ഓഫീസേഴ്സിന് എന്തിനുള്ള അധികാരമുണ്ട്? എൻ്റർ ആൻഡ് സെർച്ച് എനി ബിൽഡിംഗ്, പ്ലേസ് എക്സെട്ര. മനസ്സിലായോ? ഓഫീസറിന് ഏതൊരു ബിൽഡിങ്ങിലേക്ക് പ്രവേശിക്കാനും ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാനും അവിടെ സെർച്ച് ചെയ്യാനും അവിടെ അന്വേഷിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഇൻകം ടാക്സ് അതോറിറ്റീസിലെ ആർക്കുണ്ട്? ഓഫീസേഴ്സിനുണ്ട്. 2, ബ്രേക്ക് ഓപ്പൺ ദ ലോക്ക് ഓഫ് എനി ഡോർ, ലോക്കർ എക്സെട്ര. എന്താ അർത്ഥം? ഓപ്പൺ ദ ലോക്ക് ഓഫ് എനി ഡോർ, ലോക്കർ എക്സെട്ര. അതായത് ഡോർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തുറന്ന് ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് അത് നോക്കാനും അതുപോലെ ലോക്കറുകളൊക്കെ ഇല്ലേ, ഇപ്പോൾ എന്തെങ്കിലും ഗോൾഡോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ലോക്കറുകളൊക്കെ പരിശോധിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഇൻകം ടാക്സ് അതോറിറ്റിക്ക്. ഇൻകം ടാക്സ് റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇൻകം ടാക്സ് റെയ്ഡ് വരുമ്പോൾ എന്താ ചെയ്യുക? അവർ ലോക്കറുകളും എല്ലാം പരിശോധിക്കാനുള്ള അധികാരം അവർക്ക് കൊടുക്കില്ലേ നമ്മൾ? അടുത്ത സീസ് ആൻഡ് എനി സച്ച് ഐറ്റംസ് ഫോണ്ട് ആസ് റിസൾട്ട് ഓഫ് സച്ച് സെർച്ച്. ആ സെർച്ചിൽ കണക്കിൽപ്പെടാത്തതോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഇതില്ലെങ്കിൽ എന്താണോ നമുക്ക് എന്തായിട്ട് തോന്നുന്നത്, അതായത് നോർമൽ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സീസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനുണ്ട്. ക്ലിയർ ആയോ? പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട് കേട്ടോ. ക്ലിയർ? ബി പോയിന്റ് ക്ലിയർ ആയോ? സി, പവർ ടു റിക്വസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ ഇൻകം ടാക്സ് അതോറിറ്റിക്കുണ്ട്. പവർ ടു കോൾ ഫോർ ഇൻഫർമേഷൻ. ഇപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഏതെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നു വേണ്ട, അവർ നമുക്ക് എന്ത് ചെയ്യാം? കോൾ ചെയ്യാം. മനസ്സിലായോ? വിവരങ്ങൾ അറിയാനായിട്ട് അവരെ കോൾ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഇൻകം ടാക്സ് അതോറിറ്റീസിനുണ്ട്. അതുപോലെ പവർ ഓഫ് സർവേ നടത്താനുള്ള അധികാരമുണ്ട്. അതായത് ന്യൂ എസ് എസിനെ കണ്ടെത്താനും അവർ TDS ടാക്സ് കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടോ, TCS TDS പറഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ സോഴ്സ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സർവേ നടത്താനുള്ള അധികാരം ഇൻകം ടാക്സ് അതോറിറ്റീസിനുണ്ട്. അതുപോലെ പവർ ടു ഇൻസ്പെക്ട് രജിസ്റ്റർ ഓഫ് കമ്പനികളെ രജിസ്റ്ററുകളില്ലേ അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം, അത് പരിശോധിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഇൻകം ടാക്സ് അതോറിറ്റീസിനുണ്ട്. എന്നിട്ട് എന്തെങ്കിലും നമുക്ക് നോർമൽ അല്ലാത്ത രീതിയിൽ അതായത് കണക്കിൽപ്പെടാത്തതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി ചുമത്താനായിട്ടുള്ള അധികാരം, ഇമ്പോസിഷൻ ഓഫ് പെനാൽറ്റി ചുമത്താനുള്ള അധികാരം ആർക്കുണ്ട്? ഇൻകം ടാക്സ് അതോറിറ്റീസിനുണ്ട്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 പോയിന്റ്സ് ഞാൻ പറഞ്ഞു. എല്ലാവർക്കും ഈ പോയിന്റ്സ് ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. അപ്പോൾ ഇത് എക്സാമിന് ഇപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ആർ ദ പവേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഫങ്ഷൻസ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റി? ഏതെങ്കിലും ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ പവർ ഓഫ് ഫങ്ഷൻസ് ചോദിച്ചാൽ ഇത് എഴുതി വെച്ചാൽ മതി കേട്ടോ. അടുത്താണ് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സിൻ്റെ വേറൊരു പേരാണ് പേയ് സ്കീം, PAYE. എഴുതി വെച്ചാൽ എവിടെയെങ്കിലും PAYE എന്ന് പറയുന്നതിന് ഫുൾ ഫോം എന്താ അറിയോ? പേ ആസ് യു ഏൺ. എന്താണ് അർത്ഥം? പേ എന്ന് പറയുന്നത് അർത്ഥം, PAYE എന്ന് പറയുന്നത് അർത്ഥം, ഫുൾ ഫോം PAYE ഫുൾ ഫോം പറഞ്ഞേ. പേ ആസ് യു ഏൺ. നിങ്ങൾ ഏൺ ചെയ്തതിന് പേ അടയ്ക്കുക. നിങ്ങൾക്ക് ഒരു വർഷാവസാനം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലാന്ന് മനസ്സിലായി. സാധാരണ നമ്മൾ എപ്പോഴാണ് ടാക്സ് അടയ്ക്കുക? ഒരു ഇയർ കഴിയുമ്പോൾ നമ്മൾ ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യും അല്ലേ? നമുക്ക് എത്ര ടാക്സ് വന്നു എന്നൊക്കെ നമ്മൾ കാണിക്കും, നമുക്ക് എത്രത്തോളം ഇൻകം ഉണ്ട്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ ടാക്സ് അടയ്ക്കുക അല്ലേ? പക്ഷേ നമുക്ക് അഡ്വാൻസ് ടാക്സ് അടയ്ക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ഏൺ ചെയ്ത ആ പൈസക്കുള്ള ടാക്സ് നമുക്ക് മുൻകൂട്ടി വേണമെങ്കിൽ അടയ്ക്കാം. അതിനെയാണ് അഡ്വാൻസ് ടാക്സ് അഥവാ പേ ആസ് യു ഏൺ എന്ന് പറയുക. ക്ലിയർ ആയോ? ഒരാളുടെ ടാക്സ് 10,000 രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ മുൻകൂട്ടി ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കാം എന്ന് പറയുന്നൊരു പ്രൊവിഷൻ ഉണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയോ? അഡ്വാൻസ് ടാക്സ് ആണെന്ന് മനസ്സിലായോ? പേ സ്കീം ക്ലിയർ ആയോ? പേ എന്താണെന്ന് മനസ്സിലായോ? യെസ്. അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് TDS ആണ്. എന്താ TDS പറഞ്ഞാൽ? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് ടാക്സ് കുറച്ചിട്ട് നമ്മുടെ കയ്യിലോട്ട്, ഒരു സാലറി ഒക്കെ ഇല്ല, നല്ല സാലറി ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഫുൾ സാലറി അവരുടെ കയ്യിലോട്ട് കൊടുക്കില്ല. എന്ത് ചെയ്യും? അതിൽ നിന്ന് TDS പിടിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? TDS പിടിച്ചെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 10% എത്ര ശതമാനം നമ്മൾ എംപ്ലോയ്മെൻറ്റ് ടാക്സ് പോലെ TDS പിടിക്കും.
അങ്ങനെ എല്ലാത്തിനും TDS ഉണ്ട്. അതിലിപ്പോൾ റേറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ പുതിയ റേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്താണ് റിക്കവറി ഓഫ് ടാക്സ്. പറഞ്ഞോട്ടെ, റിക്കവറി ഓഫ് ടാക്സ് പറഞ്ഞോട്ടെ, റെഡിയാണോ? ആ, the arrears of tax, interest, penalty or any other sum payable under the act, income tax act, can be recovered by following mode. അതായത് മക്കളെ, ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയോ, അരിയർ വരുത്തും ടാക്സിൽ. എന്താ അരിയർ വരുത്താന്ന് പറഞ്ഞ ടാക്സിൽ? കുടിശ്ശിക. ടാക്സിൽ കുടിശ്ശിക വരുത്തുക, അതായത് ഡ്യൂ ഡേറ്റ് ആയിട്ട് അടയ്ക്കാതിരിക്കുക, അതിനെയാണ് കുടിശ്ശിക അല്ലെങ്കിൽ അരിയർ എന്ന് പറയുക. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരും ചിലപ്പോൾ, അതായത് അടയ്ക്കാതിരിക്കുമ്പോൾ ഇൻട്രസ്റ്റ് വരും. പെനാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും എമൗണ്ട് നമ്മൾ ഇൻകം ടാക്സിലേക്ക് അടയ്ക്കാനുണ്ട്, പക്ഷെ അവർ അടയ്ക്കുന്നില്ല, അവരെത്ര പറഞ്ഞിട്ട് അടയ്ക്കുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുക? എങ്ങനെയൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാം? നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെയൊക്കെ റിക്കവർ ചെയ്യാം? പറയട്ടെ. ഒന്നാമത്തെ പോയിന്റ്, സർട്ടിഫിക്കറ്റ് ടു ടാക്സ് റിക്കവറി ഓഫീസർ, TROക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാം. അതെങ്ങനെയാണെന്ന് അറിയോ? ഒന്ന്, അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് ദ അസസീസ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതായത് അസസിയുടെ പേരിലുള്ള മൂവബിളോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ അത് വിറ്റിട്ട് അതിൽ നിന്ന് പൈസ കണ്ടെത്തുക. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ എത്ര പറഞ്ഞിട്ട് അയാൾ ടാക്സ് അടയ്ക്കുന്നില്ല. അപ്പോൾ എയുടെ പേരിലുള്ള വല്ല ബിൽഡിങ്ങോ വല്ല ലാൻഡോ അതൊക്കെയാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന വല്ല വണ്ടികളോ വല്ല കാറോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് വിൽപ്പിക്കും. എന്നിട്ട് ആ കിട്ടുന്ന പൈസ വെച്ച് എന്ത് ചെയ്യും? ഈ ടാക്സ് അടപ്പിക്കും. ക്ലിയർ ആയോ? കത്തി ഒന്നാമത്തെ പോയിന്റ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യും. അതായത് മൂവബിളോ ഇമ്മൂവബിളോ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക? അസസിയുടെ സെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അത് അതിൽ നിന്ന് പൈസ റിക്കവർ ചെയ്യുക. 2, അറസ്റ്റ് ഓഫ് ദ അസസി ആൻഡ് ഡിറ്റൻഷൻ ഇൻ പ്രിസൺ. എന്താ അർത്ഥം? രണ്ടാമത് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാം? ജയിലിലിടുക. തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ട് അയാളെ കൊണ്ട് അടപ്പിക്കുക, എന്നിട്ട് അത് ജയിൽ മോചിതനാക്കുക. അതാണ്. 3, അപ്പോയിൻറ്റിങ് ഓഫ് എ റിസീവർ. ഈ പൈസ അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഒരാളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു. മറ്റേ ഈ കൊട്ടേഷൻ ടീമിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യില്ലേ, കൊട്ടേഷൻ ടീമിനൊക്കെ നമ്മൾ വെക്കില്ലേ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുക്കാൻ. അതേപോലെ ഇയാളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? റിസീവർ എന്ന് പറയുന്ന ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യും. അതാണ് മൂന്നാമത്തെ മോഡ്. ക്ലിയർ ആയോ? അത് അതർ മോഡ് ഉണ്ട്. അതർ മോഡ് ഏതൊക്കെയാണ്? അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി. ഇയാളൊരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. ഇയാൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ പോയി നമ്മൾ പറയും ഇയാൾ ടാക്സ് അടയ്ക്കാനുണ്ട്. അപ്പോൾ ഇയാൾക്ക് സാലറി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അടയ്ക്കാനുള്ള ടാക്സ് തന്നിട്ട് ബാക്കി കൊടുത്താൽ മതി എന്ന് പറയും. അതാണ് അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി. ക്ലിയർ? അടുത്ത് ഗാർണിഷി എന്ന് പറയുന്ന ഒരു ഓർഡർ ഉണ്ട്. ഗാർണിഷി ഓർഡർ അതെന്താണെന്നറിയോ? ദ ടാക്സ് റിക്കവറി ഓഫീസർ മേ റിക്വയർ എനി പേഴ്സൺ ഫ്രം ഹൂം മണി ഈസ് ഡ്യൂ ടു ദ അസസി ടു പേ ടു ദ അസസിങ് ഓഫീസർ എമൗണ്ട് ഡ്യൂ ബൈ ദ അസസി. അതായത് എ എന്ന് പറയുന്ന ആൾ ബിക്ക് പൈസ കൊടുക്കാറുണ്ട്. എ എന്ന് പറയുന്ന ആൾക്ക് ആർക്ക് പൈസ കൊടുക്കാറുണ്ട്? ബി ആയിക്കോട്ടെ, കുറച്ച് ടാക്സ് ഇപ്പോഴും അടയ്ക്കുന്നില്ല. ടാക്സ് അടയ്ക്കാൻ പറഞ്ഞിട്ടല്ലോ കുറേ നാൾ പിന്നാലെ എടുത്തു. ടാക്സ് അടയ്ക്കുന്ന പറഞ്ഞിട്ട് ബി അടയ്ക്കുന്നില്ല. അപ്പോൾ പെനാലിറ്റി ആയി ഇൻട്രസ്റ്റ് ആയി എത്ര വന്നിട്ട് ബി അടയ്ക്കുന്നേ ഇല്ല. അപ്പോൾ നമ്മൾ ആരുടെ അടുത്ത് പോവും? ഏരെടുത്ത് പോവും. ആരെടുത്ത് പോവും? എന്തുകൊണ്ടാണ് ഏരെടുത്ത് പോണേ? ആർക്ക്? ബിക്ക് എ കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ എയുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ആ കൊടുക്കാനുള്ള പൈസ നമ്മൾ എയുടെ കയ്യിൽ നിന്ന് വാങ്ങും, ഒരു ടാക്സ് അടപ്പിക്കും. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയി? ഗാർണിഷി ഓർഡർ അതായത് ബി എന്ന് പറയുന്ന പുള്ളിക്കാരന് എ പൈസ കൊടുക്കാറുണ്ട്. ബി ആയിക്കോട്ടെ കുറേ നാളായിട്ട് ടാക്സ് അടയ്ക്കുന്നില്ല. അപ്പോൾ എ എന്തായാലും ബിക്ക് പൈസ കൊടുക്കാനില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എയുടെ അടുത്ത് പോയിട്ട് ആ കൊടുക്കാനുള്ള പൈസ ബിക്ക് കൊടുക്കണ്ട, അദ്ദേഹം ടാക്സ് അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പൈസ ടാക്സിലേക്ക് വകവയ്ക്കും. ക്ലിയർ? അടുത്ത ഫ്രം എ കോർട്ട്. കോടതിയുമായി ബന്ധപ്പെട്ട് അയാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുക്കുക. ടാക്സ് റിക്കവറി ഓഫീസർ മേ അപ്ലൈ ടു ദ കോർട്ട് ഫോർ പേയ്മെൻറ്റ് ഓഫ് മണി അണ്ടർ ദ കസ്റ്റഡി ഓഫ് കോർട്ട്. അയാളെ കോടതി ഹാജരാക്കിയിട്ട് അയാളുടെ എങ്ങനെയെങ്കിലും പൈസ മേടിച്ചെടുക്കുന്നതാണ് അടുത്ത മോഡ്. പിന്നെ റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്. സംസ്ഥാന ഗവൺമെൻറ് വഴി എന്ത് ചെയ്യുക? എങ്ങനെയെങ്കിലും ടാക്സ് അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ സെയിൽ ഓഫ് മൂവബിൾ, നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ. അപ്പോൾ എല്ലാവർക്കും ടാക്സ് ക്ലിയർ ആയോ? മോഡ് ഓഫ് റിക്കവറി ഓഫ് ടാക്സ് ക്ലിയർ ആയോ? യെസ്. അടുത്താണ് അസസ്മെൻറ്റ്. മക്കൾ ഇത് essay ക്വസ്റ്റ്യൻ ആണേ. essay ക്വസ്റ്റ്യൻ വരാറുണ്ട് എപ്പോഴും. പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം, എന്താണ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ ആർക്കെങ്കിലും?
അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ വർഷം 2024-25 വർഷം അത് അസസ്മെന്റ് ഇയർ. എന്താ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മൊത്തം കാര്യങ്ങൾ ചെയ്യില്ലേ. അയാൾക്ക് എത്ര വരുമാനം വന്നിട്ടുണ്ട്, അയാൾ എത്ര ടാക്സ് അടയ്ക്കണം, ആ വരുമാനത്തിന് എത്ര ടാക്സ് അടയ്ക്കണം, അതിനെങ്ങനെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുക. ക്ലിയർ ആയോ? ഒരാൾ എന്ത് ചെയ്യുന്നു, അയാളെ ടാക്സ് എത്ര എടുത്ത് കണ്ടുപിടിക്കുക. അതിന് മുമ്പ് ആൾ ഇൻകം കണ്ടുപിടിക്കുക. ഒരു വർഷത്തിൽ അയാളുടെ മൊത്തം ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കുക, ഒരു ടാക്സ് കണ്ടുപിടിക്കുക, ഇതിൽ എത്ര ടാക്സ് അടയ്ക്കണമെന്ന് കണ്ടെത്തുക, അതിനുശേഷം എന്ത് ചെയ്യുക, റിട്ടേൺ ഫയൽ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതിനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുക. ക്ലിയർ? ആ, അപ്പോൾ എന്താ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന എപ്പോഴും ആരെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുണ്ടോ? ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ, ഈ ക്ലാസ്സിലുണ്ടോ? അല്ലെങ്കിൽ വല്ല പാരൻസോ അല്ലെങ്കിൽ നിങ്ങളോ ആരെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുണ്ടോ? ആരുമില്ലേ? ആരുമില്ല. നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും ചെയ്യാറുണ്ടോ റിട്ടേൺ ഫയൽ ചെയ്യുക? ആരുമില്ല. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് ദ അസസി ഡിസ്ക്ലോസസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ഇൻകം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിൽ, കഴിഞ്ഞ വർഷം, ഇപ്പോൾ നമ്മൾ സാധാരണ റിട്ടേൺ ഫയൽ ചെയ്യുക, ഈ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്ത് എപ്പോഴാണ്? മാർച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഈ വർഷം കഴിയുമ്പോഴാണ് നമ്മൾ ഈ വർഷം നമുക്ക് കിട്ടിയ വരുമാനം ഇല്ലേ, അതെല്ലാം അത് നമുക്ക് ഇൻകം ടാക്സ് അതോറിറ്റീസിന് മുമ്പാകെ ഡിസ്ക്ലോസ് ചെയ്യും, കാണിച്ചുകൊണ്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മുടെ ഇൻകംസും നമ്മുടെ ഡിഡക്ഷൻസും നമുക്ക് എത്രത്തോളം വേറെ പൈസ ചിലവായിട്ടുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ അവരിലേക്ക് എത്ര ടാക്സ് അടയ്ക്കാനുണ്ടെന്ന് കണ്ടെത്തില്ലേ, അതിനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുക. ക്ലിയർ ആയ? വലിയ വലിയ കമ്പനികളും ബിസിനസ്സുകാരൊക്കെ റിട്ടേൺ ഫയൽ ചെയ്ത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കളെ? റിട്ടേൺ ഫയൽ ചെയ്ത ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടോ? നമുക്ക് ലോൺ എടുക്കാനും എന്തൊക്കെയോ കാര്യങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. റിട്ടേൺ ഫയലിംഗ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഒരുപാട് സാലറിയുടെ ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നല്ല ശമ്പളം വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും നല്ലത് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം കേട്ടോ. ഈ റിട്ടേൺ തന്നെ പല ടൈപ്സ് ഉണ്ട്. ഈ ടൈപ്സ് ഓഫ് റിട്ടേൺസ് എക്സാമിന് എപ്പോഴും വരാറുണ്ട്. ഒന്നാമത്തെ റിട്ടേൺ ആണ് വോളണ്ടറി റിട്ടേൺ. ഒന്നാമത്തെ റിട്ടേൺ ഏതാണ്? എന്ത് വോളണ്ടറി എന്ന് പറയുന്ന അർത്ഥം? വോളണ്ടറി എന്ന് പറയുന്ന അർത്ഥം സ്വമേധയാ, സ്വയം അല്ലേ? ഇറ്റ് ഈസ് എ റിട്ടേൺ വിച്ച് ഈസ് സബ്മിറ്റഡ് വളണ്ടറിലി ബൈ എവറി അസസി ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ്. മനസ്സിലായോ? സാധാരണ കമ്പനികളൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഒക്ടോബർ 31 മുമ്പാണ്. ഒരു പേഴ്സൺ ആണെങ്കിലോ സെപ്റ്റംബർ 30 മുമ്പ്, ഇനി അതർ കേസ് ആണെങ്കിൽ ജൂലൈ 31 മുമ്പ് കേട്ടോ. അപ്പോൾ അതിനൊരു റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരു ഡേറ്റ് ഉണ്ട് മക്കളെ. അപ്പോൾ ഈ ഡേറ്റിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്വമേധയാ, നമുക്ക് സ്വയം എന്ത് ചെയ്യാം, റിട്ടേൺ ഫയൽ ചെയ്യാം. നമുക്ക് എത്ര ടാക്സ്, എത്ര ഇൻകം വന്നിട്ടുണ്ട്, ആ ഇൻകത്തിൽ ഇത്ര ശതമാനം ടാക്സ് വരുമ്പോൾ നമ്മൾ സ്വമേധയ ചെയ്യില്ലേ. സി എക്കാരുടെ അണ്ടറിലല്ലാതെയൊക്കെ നമ്മൾ സ്വമേധയായിട്ട് നമ്മുടെ മൊത്തം ഡീറ്റെയിൽസ് കാണിക്കില്ലേ, അതാണ് വോളണ്ടറി റിട്ടേൺ. ക്ലിയർ ആയ? വോളണ്ടറി റിട്ടേൺ എന്താന്ന്? അടുത്ത ബിലേറ്റഡ് റിട്ടേൺ. എന്താ ബിലേറ്റഡ് എന്ന് പറഞ്ഞാൽ? നേരം വൈകി, അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട്. റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അതിനെയാണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുക. മനസ്സിലായോ? അപ്പോഴും നമ്മൾ ആ ഒരു അസസ്മെൻറ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് മുമ്പ് ചെയ്യണം കേട്ടോ. അങ്ങനെയുണ്ട്. ഇപ്പോൾ ജൂലൈ 31 വരെ ഒരാൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് ഉള്ളൂ. അപ്പോൾ ജൂലൈ 31 ശേഷം ചെയ്യുന്ന എല്ലാ റിട്ടേണും ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുക. ക്ലിയർ ആയോ? അടുത്താണ് റിവൈസ്ഡ് റിട്ടേൺ. ഇഫ് എനി പേഴ്സൺ ഡിസ്കവേഴ്സ് എനി ഒമിഷൻ ഓർ എനി റോങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫയൽഡ് റിട്ടേൺ. എന്താ ഒമിഷൻ എന്ന് പറഞ്ഞാൽ? ഒമിറ്റ് ചെയ്യുക, വിട്ടുകളയുക, ഒഴിവാക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക. ഇനി റോങ് സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തപ്പോഴേ നമ്മൾ നമ്മുടെ ഇൻകം കാണിച്ചപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയി, അതായത് നമ്മൾ തെറ്റായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കാണിച്ചത്, അത് നമ്മൾ കണ്ടെത്തുകയാണ്. മനസ്സിലായി? നമ്മൾ വളണ്ടറിയോ ബിലേറ്റഡ് ആയിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. അത് കണ്ടെത്തിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ ആ റിട്ടേൺ ഒന്ന് പുതുക്കി എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യും. അതിനെയാണ് റിവൈസ് റിട്ടേൺ എന്ന് പറയുക. ക്ലിയർ?
അതായത് തെറ്റ് തിരുത്തിയിട്ട് വീണ്ടും അതന്നെ തെറ്റ് തിരുത്തിട്ട് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ട് അത് ഒന്നുകൂടെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി റിവൈസ് ചെയ്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്യും, റിവൈസ് റിട്ടേൺ. അപ്പോൾ വളണ്ടറിലിയോ ബിലേറ്റഡോ ചെയ്ത റിട്ടേണിനകത്ത് എന്തെങ്കിലും ഒമിഷൻസോ എന്തെങ്കിലും റോങ് സ്റ്റേറ്റ്മെൻറ്റോ കണ്ടെത്തിയിട്ട് അത് കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റിവൈസ് റിട്ടേൺ. ക്ലിയർ ആയോ? അടുത്ത ഡിഫക്റ്റീവ് റിട്ടേൺ. Where the assessing officer consider that the return of income furnished by the assessee is defective. ഒരു അസസ് ചെയ്ത റിട്ടേൺ ഇല്ലേ, അത് തെറ്റാണെന്ന് ആര് കണ്ടെത്തി? അസസിങ് ഓഫീസർ, എയോ കണ്ടെത്തി. എയോ എന്ന് പറഞ്ഞാൽ എന്താ? എയോ എന്ന് പറഞ്ഞാൽ ആരാ? അസസിങ് ഓഫീസർ. എയോ എന്ന് പറഞ്ഞാൽ ആരാ? അപ്പോൾ ഒരു അസസി ചെയ്ത റിട്ടേൺ ഇല്ലേ, അത് തെറ്റാണെന്ന് ആര് കണ്ടെത്തി? അസസിങ് ഓഫീസർ കണ്ടെത്തി. അപ്പോൾ അത് ഡിഫക്റ്റ് ആണെന്ന് അസസിനെ അറിയിക്കുകയും അയാൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു, ഒരു അവസരം കൂടി കൊടുത്തു. എന്താ? 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്യണം. എന്താ റെക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ? കറക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന രീതിയാണ് ഡിഫക്റ്റീവ് റിട്ടേൺ. ക്ലിയർ ആയോ? തെറ്റായിട്ട് ചെയ്ത റിട്ടേൺ ആണ് ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയാം കേട്ടോ. ക്ലിയർ? അടുത്ത റിട്ടേൺ ഓഫ് ലോസ്. മക്കളെ, ഇൻകം വരുമ്പോൾ മാത്രമല്ല റിട്ടേൺ ഫയൽ ചെയ്യുക, പിന്നെയോ നഷ്ടം വന്നാൽ റിട്ടേൺ ഫയൽ ചെയ്യണം. എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് മാത്രമേ എനിക്ക് വരുമാനമുള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് അവിടെ ആരും വാടകയ്ക്ക് വന്നില്ല. അപ്പോൾ എനിക്ക് ഒരു വർഷത്തെ ആ വരുമാനം അല്ലെങ്കിൽ ഒരു വർഷത്തെ ആ ടാക്സ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ആ പൈസ എനിക്ക് ലോസ് അല്ലേ മക്കളെ? ലോസ് അല്ലേ? അല്ലേ? ആരും വന്നില്ല, അപ്പോൾ ലോസ് വന്നു എനിക്ക് അല്ലേ. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് ഉണ്ടെന്ന് കരുതുക, ആ ബിസിനസ്സിന് കഴിഞ്ഞ വർഷം ലോസ് ആയിരുന്നു, പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലോസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യണം ലോസ് വരുമ്പോൾ? അറിയാമോ ആർക്കെങ്കിലും? കാണിക്കാൻ വേണ്ടി ആണോ? അല്ല, ഈ ലോസ് വരുമ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് പ്രോഫിറ്റ് വരൂലേ? അപ്പോൾ ആ പ്രോഫിറ്റിൽ നിന്ന് നമുക്കുണ്ടായ നഷ്ടമില്ലേ? കഴിഞ്ഞ വർഷം ഉണ്ടായ നഷ്ടമില്ലേ? അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് അടച്ചാൽ മതി. ക്ലിയർ ആയോ? ആ ബെനഫിറ്റ് കിട്ടണമെങ്കിൽ ഈ വർഷം വന്ന ലോസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ആയിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കാണിക്കണം. മനസ്സിലായോ? അതായത് അലക്സേ, നിനക്ക് വേറെ വരുമാന മാർഗം ഒന്നുമില്ല അലക്സ്, നിനക്കൊരു ബിസിനസ് ഉണ്ട് അലക്സേ. ആ ബിസിനസ്സിൽ കഴിഞ്ഞ വർഷം നിനക്ക് ലോസ് വന്ന് പ്രോഫിറ്റ് വന്നില്ല. അപ്പോൾ ആകെ നിനക്ക് ഇൻകം വന്നിട്ട് ബിസിനസ്സിൽ നിന്നായിരുന്നു, ആ ബിസിനസ് നഷ്ടമാണ് നിനക്ക്. ആ നഷ്ടം നീ എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. ആ നഷ്ടം വെച്ച് റിട്ടേൺ ഫയൽ ചെയ്യണം. എനിക്ക് ഇത്രയാണ് ലോസ് വന്നത് പറഞ്ഞാൽ, എന്നാലും നിനക്ക് അടുത്ത വർഷം ആ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് വരുമ്പോൾ നിനക്ക് ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രോഫിറ്റ് അതന്നെ സെറ്റ് ഓഫ് അതന്നെ. മറ്റവർക്ക് എടുത്തിട്ടില്ല, ഞാനത് പറഞ്ഞുതരാം എം ജി യൂണിവേഴ്സിറ്റിക്കാർക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലിയർ ആയ? ലോസ് വന്നാൽ നമ്മൾ ആ ലോസ് കാണിക്കണം, എന്നാലേ നമുക്ക് അടുത്ത വർഷം പ്രോഫിറ്റ് വരുമ്പോൾ ആ പ്രോഫിറ്റ് ഉണ്ടായ നഷ്ടം കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ വരുമാനമായിട്ട് കാണിച്ചാൽ മതി, അതിന് ടാക്സ് അടച്ചാൽ മതി. ക്ലിയർ ആയോ എല്ലാവർക്കും? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പല പല ഫോമുകളൊക്കെ ഉണ്ട് കേട്ടോ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതുപോലെ ടാക്സ് റിട്ടേൺ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഫയലിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, പാൻ കാർഡ് എന്താണെന്ന് പറഞ്ഞുതരാം, അസസ്മെൻറ്റ്. ഈ അസസ്മെൻറ്റിൽ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് ഉറപ്പായിട്ട് വരും എസ് കേട്ടോ. എസ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ എല്ലാവർക്കും? ടൈപ്സ് ഓഫ് റിട്ടേൺ വരെ ക്ലിയർ ആയോ മക്കളെ? ഇത് ഇൻകം ടാക്സ് റിട്ടേൺ ആണ് കേട്ടോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ശ്രദ്ധിക്കുക, ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ട്, GST റിട്ടേൺ ഉണ്ട് കേട്ടോ. ഇത് ഇൻകം ടാക്സ് റിട്ടേൺ ആണ് കേട്ടോ. റിട്ടേൺ വെറുതെ പറഞ്ഞാൽ ഇതന്നെ എഴുതിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ.